തിരുവനന്തപുരം യൂറോളജി വകുപ്പിൽ നിന്ന് കാണാതായ ഉപകരണത്തിന്റെ വിശദാംശങ്ങൾ മീഡിയ വണിന്. ഓസിലോസ്കോപ്പ് എന്ന ഉപകരണമാണ് കാണാതായത്. 20 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്നതാണ് ഉപകരണം. യൂറോളജി വകുപ്പിൽ ചില ഉപകരണങ്ങൾ ബോധപൂർവം തകരാറിലാക്കിയെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട്. ഉപകരണങ്ങൾ സംബന്ധിച്ച കാര്യത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. ഫസ്റ്റ് ഓൺ മീഡിയ വൺ. വിവരങ്ങളുമായി ഷിജോ കുര്യനാണ് ചേരുന്നത്. ഷിജോ, ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കുരുക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അന്വേഷണ സമിതിയുടെ കണ്ടെത്തലിൽ യൂറോളജി വകുപ്പിൽ നിന്ന് ഒരു ഉപകരണം കാണാതായിട്ടുണ്ട്. അത് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുകൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏത് ഉപകരണമാണത്? അത് ഏത് കാലത്താണ് ആ ഉപകരണം നഷ്ടമായി അല്ലെങ്കിൽ കാണാതായി എന്ന് പറയുന്നത്? ദിവ്യ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ലാതെ ഒരു ശസ്ത്രക്രിയ മുടങ്ങിയതിന്റെ പേരിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്റെ ഫേസ്ബുക്കിലൂടെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്. അതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദം ഉണ്ടാവുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. അന്വേഷണ സമിതി അന്വേഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും സമഗ്രമായി പഠിച്ചുകൊണ്ട് റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മന്ത്രി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ നിന്ന് ഒരു ഉപകരണം കാണാതെ പോയി എന്നുള്ള കാര്യമാണ് മന്ത്രി വീണ ജോർജ് ഇന്ന് രാവിലെ തൃശ്ശൂരിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. യൂറോളജി വിഭാഗത്തിൽ വെച്ച് കാണാതെ പോയ ഉപകരണം ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരുവനന്തപുരത്തിന്റെ MP ആയിട്ടുള്ള ഡോക്ടർ ശശി തരൂർ MP തിരുവനന്തപുരം യൂറോളജി വകുപ്പിന് വാങ്ങി നൽകിയ ഓസിലോസ്കോപ്പ് എന്ന ഉപകരണമാണ് കാണാതെ പോയത്. ഇതിന് 20 ലക്ഷത്തിലധികം രൂപയുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാം, ഈ ഓസിലോസ്കോപ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആന്തരികമായിട്ടുള്ള പരിശോധനാ ഫലങ്ങളുടെ പരിശോധന നടത്തി അതിന്റെ അവസ്ഥ എന്താണ് എന്ന് പുറത്ത് സ്ക്രീനിൽ ECG ഒക്കെ കാണുന്ന രീതിയിൽ തന്നെയുള്ള രീതിയിലേക്കുള്ള ക്രമീകരണം കാണാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു ഉപകരണമാണ് ഈ ഓസിലോസ്കോപ്പ്. അപ്പോൾ ഈ ഉപകരണം അവിടുന്ന് കാണാനില്ല, അത് അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ള വിലയിരുത്തലിലാണ് ആരോഗ്യവകുപ്പുള്ളത്. പക്ഷെ അതെങ്ങനെ കാണാതെ പോയി എന്നുള്ളതിനെക്കുറിച്ച് ആരോഗ്യം അറിയില്ല. അപ്പോൾ അത് സംബന്ധിച്ചൊരു വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ള കാര്യത്തിലേക്ക് ആരോഗ്യവകുപ്പ് പോയിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഈ ഓസിലോസ്കോപ്പ് കാണാതെ പോകുന്നു. ഏതാണ്ട് MP കൊടുത്ത 20 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം കാണാതെ പോകുന്നു. മാത്രവുമല്ല, യൂറോളജി വകുപ്പിലെ മറ്റു പല ഉപകരണങ്ങളും, അതായത് കാലപ്പഴക്കം ചെല്ലാത്ത മേടിച്ചിട്ട് അധികം നാൾ ഉപയോഗിക്കാത്ത തരത്തിലുള്ള ഉപകരണങ്ങൾ ബോധപൂർവം അത് തകരാറിലാക്കി, അത് കേടാക്കി എന്നുകൂടി ഈ പറയുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സമിതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു? ബോധപൂർവം ആരെങ്കിലും യൂറോളജി വകുപ്പിലെ ഉപകരണങ്ങൾ ബോധപൂർവം ആരെങ്കിലും കേടാക്കിയിട്ടുണ്ടോ? അത് ഉപകരണങ്ങൾ കേടാക്കി എന്നുള്ള കാര്യം സമിതി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേടാക്കിയെങ്കിൽ എന്തിന് കേടാക്കിയതാണ് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള വിലയിരുത്തലാണ് ഇതുപോലെയുള്ള കണ്ടെത്തലുകൾ വരുമ്പോൾ അത് പലതരത്തിലുള്ള സംശയങ്ങളിലേക്കും ചോദ്യങ്ങളിലേക്കുമാണ് പോകുന്നത്. ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കി എന്ന് പറയുമ്പോൾ അത് ആര് കേടാക്കി? അത് വകുപ്പ് മേധാവി അറിഞ്ഞില്ലേ? അറിഞ്ഞോ? അത് റിപ്പോർട്ട് ചെയ്തോ? റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലേ? അതോ അത് ഒളിച്ചു വെച്ചോ? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ടുചെന്ന് അവസാനിക്കുന്നത് വകുപ്പ് മേധാവിയായ ഹാരിസ് ചിറക്കലിലേക്ക് തന്നെയാണ്. അതപ്പോൾ ഡോക്ടറെ കുരുക്കാനുള്ള ഒരു കണ്ടെത്തൽ, അങ്ങനെ ഒരു റിപ്പോർട്ട് എന്ന് വേണ്ട വ്യാഖ്യാനിക്കാൻ? ഇതിപ്പോൾ ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വലിയ തരത്തിലാണ് ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും പ്രതിരോധത്തിലായത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നു. ആ അന്വേഷണം നടത്തിക്കൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ആ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് മുമ്പാകെ എത്തിയപ്പോഴാണ് ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതായത് ഡോക്ടർക്കെതിരായിട്ടുള്ള കുറേയധികം പരാമർശങ്ങളുണ്ട്, ചട്ടലംഘനം അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ കാര്യത്തിനകത്ത് പലതും വസ്തുതയുണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതായത് ഡോക്ടറിന്റെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ എണ്ണി പറയുന്നുണ്ട്. പക്ഷേ ഈ യൂറോളജി വകുപ്പിൽ നിന്ന് ഈ ഉപകരണം കാണാതെ പോയി എന്നുള്ള കാര്യം സംബന്ധിച്ചുള്ള വിവരം ഇന്ന് രാവിലെ മാത്രം ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാത്രമാണ് അത് സംബന്ധിച്ചുള്ള വിവരം പുറത്തു വന്നത്. ഇതുവരെ ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് സംബന്ധിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ അത് പുറത്തുവിടാൻ കഴിയില്ല, അത് വിവരാവകാശ രേഖ വഴി പോലും ആ റിപ്പോർട്ട് പുറത്തേക്ക് വിടാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത്.
അപ്പോൾ ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങൾ കൂടിയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു കാര്യം പരാമർശിക്കുന്നത്. അതായത് യൂറോളജി വകുപ്പിൽ നിന്ന് ഈ ഉപകരണം കാണാതെ പോയി, അത് മാത്രമല്ല മറ്റു പല ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കി എന്നുള്ള പരാമർശവുമുണ്ട്. അപ്പോൾ ഇത് ആര് ചെയ്തു എന്നുള്ളതാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടത്. അത് അന്വേഷിക്കേണ്ടത് ആഭ്യന്തരമായിട്ട് അന്വേഷണം മാത്രമല്ല, പുറത്തു നിന്നുള്ള പോലീസ് അന്വേഷണം കൂടി വേണം. അപ്പോൾ ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് പോലീസിൽ പരാതി നൽകുകയും ചെയ്യും. പോലീസ് അന്വേഷണം ഏറ്റെടുത്താൽ മാത്രമേ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ അറിയാനും പറ്റുകയുള്ളൂ. പക്ഷേ അപ്പോഴും ഈ പറയുന്ന രീതിയിൽ ഒരു ഉപകരണം അവിടുന്ന് നഷ്ടപ്പെട്ടാൽ അത് വകുപ്പ് മേധാവി അറിയേണ്ടതല്ലേ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഉയർന്നു വരും. അപ്പോൾ അങ്ങനെ ഒരു ഉപകരണം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് വകുപ്പ് മേധാവി അക്കാര്യം കൃത്യമായിട്ട് ബന്ധപ്പെട്ട അധികൃതരോട് പറഞ്ഞില്ല? അതും ഒരു ചോദ്യമാണ്. അതിനും ഉത്തരം കണ്ടെത്തേണ്ടതായുണ്ട്. അതായത് ഒരു ഉപകരണം ഇല്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം സൂപ്രണ്ടിന് കത്തയക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്തുകൊണ്ട് ഈ ഉപകരണം കാണാതെ പോയ കാര്യത്തെക്കുറിച്ച് ആരോടും പറഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. ഇതിനൊക്കെ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി അതുപോലെ തന്നെ ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ മറ്റൊരു കണ്ടെത്തൽ പരാമർശം കൂടിയുണ്ട്. ഈ ഉപകരണ ക്ഷാമം മൂലം ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്നത് നേരത്തെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വകുപ്പിനെ അറിയിച്ചില്ല എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ അത് പൊളിക്കുന്ന തരത്തിൽ എന്തൊക്കെ തെളിവുകൾ, എന്തൊക്കെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ദിവ്യ, ഞാൻ അതാണ് സൂചിപ്പിച്ചത്. അതായത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്തുകൊണ്ട് വകുപ്പിലെ ഉപകരണം കാണാതെ പോയി എന്നുള്ള കാര്യം അറിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം അപ്പോഴും ഉത്തരം കിട്ടാൻ നിൽക്കുകയാണ്. അതിനകത്ത് ഈ ഉപകരണം ഇല്ലാതെ ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാർച്ച് മാസവും ജൂൺ മാസവും, ഇക്കഴിഞ്ഞ മാർച്ചിലും ജൂണിലും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്ക്, അതായത് സൂപ്രണ്ടും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സൂപ്രണ്ടിനും പ്രിൻസിപ്പലിനും അടക്കമുള്ളവർക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു. ആ കത്ത് കൊടുത്തത് ഉപകരണമില്ല, ഇതെത്രയും വേഗം എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കത്താണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നൽകിയത്. അപ്പോൾ ആ കത്ത് പ്രകാരമുള്ള നടപടികൾ ചെയ്തിരുന്നുവെങ്കിൽ ഉപകരണത്തിന്റെ ക്ഷാമം വരില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതേസമയം ഈ ഉപകരണത്തിന്റെ ക്ഷാമം ഡോക്ടർ അറിയിച്ചിട്ടില്ല, ഇങ്ങനെ അറിയിച്ചിട്ടില്ല എന്നുള്ള വാദം നേരത്തെ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ആ വാദത്തെ ഖണ്ഡിക്കുന്നതാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്ന കത്ത് നൽകി എന്ന് പറയുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം ഡോക്ടർ കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് ഇവർ അറിയാതെ പോയി എന്നുള്ള ചോദ്യത്തിനും ഇപ്പോഴും ഉത്തരമില്ല. അത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ഇത് അറിയിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ഇനിയും അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. എന്തായാലും ഇതിനകത്ത് ഉപകരണക്ഷാമം മൂലം ഒരു ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഉപകരണം ഡോക്ടർ ഇല്ല എന്നുള്ള കാര്യം വളരെ നേരത്തെ തന്നെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ വിദഗ്ധ സമിതി എല്ലാ കാര്യങ്ങളും സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും ഈ ഉപകരണം വാങ്ങുന്ന കാര്യത്തിലടക്കമുള്ള നൂലാമാലകൾ ലഘൂകരിക്കണം എന്ന കാര്യം കൂടി ഈ പറയുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഡോക്ടർ ഹാരിസ് പറയുന്നത് പോലെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഇല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴും ഇതിനകത്ത് നിലവിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്കുള്ള ഒരു കൗണ്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പോലീസ് അന്വേഷണം കൂടി നടന്നാലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും മെഡിക്കൽ കോളേജ് അധികൃതരോ ആരോഗ്യവകുപ്പോടോ തന്നെ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദിവ്യ, എന്തായാലും വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിലാണ് ഇപ്പോൾ വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഉപകരണക്ഷാമം അത് വകുപ്പിനെ അറിയിച്ചില്ല എന്ന് കണ്ടെത്തൽ റിപ്പോർട്ടിൽ ഉണ്ടാകുമ്പോഴാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ സൂപ്രണ്ടിനയച്ച, അതായത് ഉപകരണക്ഷാമം ചൂണ്ടിക്കാട്ടി സൂപ്രണ്ടിനയച്ച കത്തുകൾ വരുന്നത്. അതോടൊപ്പമാണ് വകുപ്പിൽ 20 ലക്ഷത്തോളം രൂപ വിലയുള്ള ഉപകരണങ്ങൾ കാണാതായി എന്ന കണ്ടെത്തൽ കൂടി വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുള്ളത്.